ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രംപ് വല്ലാത്ത കടുംകൈ ചെയ്തു എന്ന രൂപത്തിലാണ് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നത്. ട്രംപ് അമേരിക്കയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണ്. ആ അമേരിക്കയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തന്റെ കയ്യിൽ സൂക്ഷിക്കാനാണ് അമേരിക്കൻ ജനത വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുത്തിയിരിക്കുന്നത് എന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ് ട്രംപ് ഓരോ നീക്കങ്ങളും മുന്നോട്ട് വെക്കുന്നത്. 30 മിനിറ്റ് കൊണ്ട് 10,000-ഓളം ഗവൺമെന്റ് ജീവനക്കാരെയാണ് എടുക്കാനുള്ളതെല്ലാം എടുത്ത് സ്ഥലം വിട്ടോ 30 മിനിറ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞത്. മാധ്യമങ്ങൾ എന്താണ് നിങ്ങൾ ഈ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാത്തവരെ ഇവിടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് റോബോട്ടുകൾ പണിയെടുക്കുന്ന കാലമാണ്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ഭരണ പരിഷ്കാരമായിരുന്നു വിദേശ രാജ്യങ്ങൾക്കുള്ള ഫണ്ട് നിർത്തലാക്കിയത്. അതിനകത്ത് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ പെടും. ഇനി മുതൽ അമേരിക്കയുടെ പണം കൊണ്ട് നിങ്ങൾ അമേരിക്കക്കെതിരെയുള്ള തീവ്രവാദ ശക്തികളെ വളർത്തിക്കൊണ്ടുവരണ്ട. പല രാജ്യങ്ങൾക്കുമുള്ള സഹായങ്ങൾ കൃത്യമായി നിർത്തി. എന്തൊരു കടുംകൈയാണ് അമേരിക്ക ചെയ്തു കളഞ്ഞത്. എന്നാലും ട്രംപ് ഈ രൂപത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ. കാണാം വാർത്ത. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനഹിത നീക്കങ്ങളിൽ ശക്തമായ ഒന്നായിരുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിവിധ സംഘടനകൾക്ക് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടുകൾ നിർത്തലാക്കിയത്. ലോകാരോഗ്യ സംഘടനകൾ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾക്കുള്ള ഫണ്ട് നിർത്തലാക്കിയതിനെ ചൊല്ലി ഒത്തിരി വിവാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ ട്രംപിന് കൃത്യമായ നിലപാടാണ് ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അത്തരത്തിൽ ട്രംപ് നടപടികൾ ശക്തമാക്കിയ ഒരു സംവിധാനമാണ് USAID എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. ആ ഏജൻസിയുടെ ഫണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചുകൊണ്ട് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് ഇപ്പോൾ അമേരിക്കയിൽ പലരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. There's no aid in USAID, by the way. Your brain is being tricked when you see the phrase USAID. U.S. Agency for International Development. Developing all of the institutions that the State Department needs to use. They are capacity building activist groups in a foreign country. That's because the State Department wants those activists there. The military would be funding aid to certain groups. The State Department would be running aid to certain groups in the region. There was no sort of central coordinator of those capacity building operations. പുറം രാജ്യങ്ങളിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഈ സംഘടന രൂപീകരിച്ചത്. അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ അവർക്ക് സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു പ്രധാന മാർഗമായ സാമ്പത്തിക സഹായം എന്ന നിലയിലാണ് USAID പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്നിട്ടും അതിനെ കൂട്ടിക്കെട്ടാൻ ട്രംപ് തുനഞ്ഞിറങ്ങിയതിന്റെ പിന്നിൽ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വസ്തുതകളാണുള്ളത്. ട്രംപ് USAID-നെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയതോടെ ഇതിന്റെ ശക്തമായ പ്രതിഫലനങ്ങൾ ഇപ്പോൾ ലോകത്താകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയ്ക്ക് പിന്നിലുള്ള നിഗൂഢതകളെ കുറിച്ച് ആർക്കും അത്ര അറിവില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് വാർത്തകളിൽ നിറഞ്ഞതോടെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇലുമിനറ്റി, ഫ്രീമേസൺ, ഡീപ് സ്റ്റേറ്റ് എന്നീ നിഗൂഢ ഗ്രൂപ്പുകൾ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളോടെ USAID-ന്റെ പിന്നാമ്പുറത്ത് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2013 മുതലുള്ള 10 വർഷങ്ങളിൽ $294 ബില്യൺ സാമ്പത്തിക സഹായമാണ് അമേരിക്ക വിവിധ ലോകരാഷ്ട്രങ്ങൾക്ക് ചെയ്തു കൊടുത്തത്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം തുകയും LGBT പ്രചാരകർക്കും ദൈവ വിരുദ്ധ ഇടപാടുകൾക്കുമാണ് പോയിരിക്കുന്നത്. സിറിയൻ അഭയാർത്ഥികളുടെ ആഹാരത്തിനായി കൊടുത്ത പണം അൽഖ്വയ്ദയുടെ കയ്യിലെത്തിയെന്നും അഫ്ഗാനിസ്ഥാന് ജലസേചനത്തിന് കൊടുത്ത പണമാകട്ടെ കറുപ്പ് കൃഷിക്ക് വേണ്ടി അവർ വിനിയോഗിച്ചു എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. USAID എന്ന ഈ സംഘടനയുടെ മറവിൽ നിഗൂഢമായ ചില കാര്യങ്ങൾക്ക് വെള്ളവും വളവും ഇട്ടിട്ടുണ്ട് എന്ന കാര്യമാണ് ട്രംപിനെയും ഇപ്പോൾ നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞു, അമേരിക്കയിലെ ഓരോ ഡോളറും നിങ്ങൾ ചിലവഴിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, അമേരിക്കക്കാരെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടിയാണോ? 2, അമേരിക്കയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയാണോ? അമേരിക്കയെ വളർത്തുന്നതിന് വേണ്ടിയാണോ തളർത്തുന്നതിന് വേണ്ടിയാണോ? ഇതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ ഡോളറും ചിലവഴിക്കപ്പെടേണ്ടത് എന്നതിൽ ട്രംപിന് നിർബന്ധമുണ്ട്. ഒന്നാകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നതായി പുറത്തു വരുന്നത് ബറാക് ഒബാമ, ജോ ബൈഡൻ എന്നീ ഡെമോക്രാറ്റിക് ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇത്തരം നിഗൂഢമായ പ്രവർത്തനങ്ങൾക്കായി ഇത്തരം ഫണ്ട് ക്രമാതീതമായി ഉപയോഗിക്കപ്പെട്ടത്. അതിന്റെ പ്രബലമായ കാരണം അവരുടെ ലിബറൽ ചിന്താഗതികളും LGBT, അബോർഷൻ, മൾട്ടി കൾച്ചറൽ കുടിയേറ്റ അജണ്ടകളും വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായിരുന്നു. ജോർജ് സോറോസ് എന്ന ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളും നിഗൂഢതകളുമുള്ള വ്യക്തിയും അദ്ദേഹത്തിനുള്ള ഫ്രീമേസൺ ഇലിമിനേറ്റി ബന്ധവും ഡീപ് സ്റ്റേറ്റ് സമാന്തര ഭരണവും ബറാക് ഒബാമയും എല്ലാം കൈകോർത്ത് പ്രവർത്തിച്ചത് ഇതേ USAID സംവിധാനം ദുരുപയോഗിച്ചായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ചൈന ലോകത്ത് അപ്രമാദിത്വം എടുക്കാതിരിക്കാൻ പിൽക്കാലത്ത് വിനിയോഗിച്ച ഈ ഫണ്ട് ഒബാമയുടെ ഭരണകാലത്താണ് ഫ്രീമേസൺ, ഇലിമിനറ്റി എന്നിവരുടെ നിഗൂഢ അധാർമിക അജണ്ടകൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒബാമയുടെ കാലത്തിന് ശേഷം ഒരു ടേം കഴിഞ്ഞ് വീണ്ടും ബൈഡന്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നതോടെ അവർ നിഗൂഢമായ പല കാര്യങ്ങൾക്കുമായി USAID-നെ മുന്നിൽ നിർത്തി പണം വാരിക്കോരി ചെലവാക്കി. അങ്ങനെ ഡെമോക്രാറ്റുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് തന്നെയാണ് തന്റെ ഭരണ കൈമാറ്റ സമയത്ത് USAID-ന്റെ സിവിലിയൻ പരമോന്നത ബഹുമതി ജോർജ് സോറോസിന് കൊടുത്തുകൊണ്ട് ബൈഡൻ യജമാന ഭക്തി കാട്ടിയത്. ഇത് കൂടാതെ പ്രസിഡന്റ് പദവി ഒഴിയുന്ന അതേ സമയത്ത് തന്നെ ബൈഡൻ ഓടിപ്പോയി ഫ്രീമേസൺ സംഘടനയിൽ അംഗത്വമെടുത്തതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. വ്യക്തമായി പറഞ്ഞാൽ ജോർജ് സോറോസ് എന്ന നിഗൂഢ വ്യക്തിത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു USAID-ലെ അമേരിക്കക്കാരുടെ നികുതി പണം ഡെമോക്രാറ്റിക് ഭരണകൂടം ചെലവാക്കിയത് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നിഗൂഢവും ഭയാനകവുമായ വിധത്തിൽ
USAID ദുരുപയോഗം ചെയ്ത ഡെമോക്രാറ്റിക് അഴിമതികളുടെ പിന്നാമ്പുറ രഹസ്യങ്ങളിലേക്ക് ട്രംപിന്റെയും എലോൺ മസ്കിന്റെയും ശ്രദ്ധ ക്ഷണിച്ചത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുൻ ഉദ്യോഗസ്ഥരായ മൈക്ക് പെൻസ് ആയിരുന്നു. മൈക്ക് ബെൻസിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഇന്ത്യ, ബംഗ്ലാദേശ്, മിഡിൽ ഈസ്റ്റ്, ഉത്തരാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും ഈ USAID ഫണ്ടുകൾ നിഗൂഢ ലക്ഷ്യത്തോടെ പോയത്. ആ ഫണ്ട് കൊണ്ട് തന്നെയാണ് പാക് അഫ്ഗാൻ പിൻബലത്തിൽ വിമത ബംഗ്ലാദേശികൾ മാന്യമായി ജനാധിപത്യ രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുകയും അവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപം അഴിച്ചുവിടുകയും അത് ഇന്ത്യക്കെതിരെ പോലും തിരിയുന്ന സാഹചര്യമാക്കി മാറുകയും ചെയ്തത്. മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, പരിസ്ഥിതിവാദികൾ, തീവ്രവാദികൾ, അർദ്ധസൈനികർ, വിദ്യാർത്ഥി പ്രക്ഷോഭകർ, എന്തിനു പറയുന്നു വേശ്യകളെ പോലും അവർ ഇതിനായി വിലക്കെടുത്തു എന്ന സത്യമാണ് പുറത്തുവരുന്നത്. ഇതെല്ലാം ഇവരുടെ ഗൂഢനീക്കത്തിന്റെ ഭാഗമായിട്ട് ആയിരുന്നു എന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലെ പോലെ സമാനമായ അട്ടിമറിക്ക് അവർ പണമൊഴുക്കി കിണഞ്ഞു പരിശ്രമിച്ചു. ബംഗ്ലാദേശിൽ അവിടെയുള്ള റാപ്പ് മ്യൂസിക് സംഘങ്ങളെ ഉപയോഗിച്ച് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധ ഗാനങ്ങൾ വരെ ഇവർ തയ്യാറാക്കി. USAID വഴി ഇസ്രായേൽ വിരുദ്ധ സംഗീതം നിർമ്മിക്കുന്ന ഒരു പലസ്തീൻ റാപ്പറിന് $3 മില്യൺ നൽകിയെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുഡാൻ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും അഭയാർത്ഥികളെ ആസൂത്രിതമായി ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പിലേക്ക് എത്തിച്ച് യൂറോപ്പിന്റെ ക്രൈസ്തവ സംസ്കാരത്തെ തകർത്ത് അവിടെ ഒരു മൾട്ടികൾച്ചറൽ അധാർമിക സംസ്കാരം രൂപപ്പെടുത്താനായിരുന്നു മിഡിൽ ഈസ്റ്റിലും ഉത്തര ആഫ്രിക്കയിലും USAID ദുരുപയോഗം ചെയ്യപ്പെട്ടത്. വിദ്യാഭ്യാസത്തിനെന്ന പേരിൽ അമേരിക്കയിൽ ചെയ്തതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തങ്ങളുടെ അധാർമിക പഠനങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുകയുണ്ടായി. മൈക്ക് പെൻസിലെ വെളിപ്പെടുത്തലോടെ കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെട്ട ട്രംപും മസ്കും ചേർന്ന് USAID ദുരുപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. USAID പ്രവർത്തനങ്ങൾ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. നടപടികൾ ആരംഭിച്ചതേയുള്ളൂ. ബാക്കി പുറമെ വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ജോർജ് സോറോസ് എന്ന കടുത്ത ഉപജാപകക്കാരന്റെയും അദ്ദേഹത്തിന്റെ കയ്യാളുകളായ നിഗൂഢ സംഘടനകളുടെയും നേതാക്കന്മാരും ഡെമോക്രാറ്റുകളും ഇതിലൂടെ കിണഞ്ഞു ശ്രമിച്ചത് അന്ധകാര ശക്തികൾക്ക് വഴിയൊരുക്കാൻ ആണെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും 2 കൊലപാതക ശ്രമങ്ങളിൽ നിന്നും ദൈവം ഡൊണാൾഡ് ട്രംപിനെ രക്ഷിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിച്ചത് തന്റെ പദ്ധതികളുടെ നിർവഹണത്തിന് തന്നെയാണ്. അതാണിപ്പോൾ പലരും അമ്പരപ്പോടെയും ഭയത്തോടെയും സമ്മതിക്കുന്നതും. കൃത്യമായി ഏത് രൂപത്തിലാണ് അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ് ട്രംപ്. രാജ്യാന്തര ക്രിമിനൽ കോടതി അഥവാ ICCക്ക് ഉപരോധം വരെ ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യാന്തര കോടതിക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക അവസാനിപ്പിച്ചു. രാജ്യാന്തര കോടതിയിലെ ഉദ്യോഗസ്ഥർക്ക് US-ലും സഖ്യകക്ഷി രാജ്യങ്ങളിലും വിസ നിയന്ത്രണവും ഏർപ്പെടുത്തി. അമേരിക്കയെയും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും ലക്ഷ്യമിട്ടിട്ടുള്ള അന്വേഷണങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഉപരോധ ഉത്തരവ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിലൂടെ കോടതി അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നത്. ചൊവ്വാഴ്ച ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. അമേരിക്കയെയും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും ലക്ഷ്യം വെച്ചിട്ടുള്ള നിയമവിരുദ്ധവും അടിസ്ഥാന വിരുദ്ധവുമായ നടപടികളിൽ കോടതി ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. US പൗരന്മാർക്കോ സഖ്യകക്ഷികൾക്കോ നേരെയുള്ള കേസുകളിൽ ICCയെ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അമേരിക്കയിൽ 10,000-ലേറെ സർക്കാർ ജീവനക്കാരെ 30 മിനിറ്റ് കൊണ്ട് കൂട്ട പിരിച്ചുവിടലുകൾക്ക് വിധേയമാക്കി. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടന്നാൽ നാടുകടത്തുമെന്ന് പറഞ്ഞു. കുടിയേറ്റക്കാർക്ക് മുന്നറിയിപ്പുമായി ട്രംപിന്റെ വാലന്റൈൻസ് ഡേ സന്ദേശം വന്നു കഴിഞ്ഞു. അപ്പോ പലപ്പോഴും എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ട്രംപ് അവിടെ പ്രവർത്തിച്ചു തീർന്നിരിക്കും. നന്ദി.